ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു മന്ദഹാസ്. നമ്മുടെ മന്ദഹാസ് ട്രാൻസ്ഫോർമേഷൻസ് ജിമ്മിൽ നിന്നുമാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഒരു അടിപൊളി ഒരു മോട്ടിവേഷൻ സ്റ്റോറി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെല്ലാവരും ജിമ്മിൽ പോകുന്നത് എന്തിനാണ്? നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫിറ്റ്നസ് ഇല്ലെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ. എന്നാൽ സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് 10 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് കുറച്ചിട്ട് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് വന്ന സീനത്ത് ചേച്ചിയെ നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇത്ര കിലോ വെയിറ്റ് കുറച്ചിട്ട് വന്നെങ്കിൽ മാത്രമേ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പം സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് ഒരുപാട് ചേച്ചി കഷ്ടപ്പെട്ടിട്ട് 10 കിലോയ്ക്ക് മുകളിൽ വെയിറ്റും കുറച്ചു. ആള് ഉടനെ തന്നെ സർജറിക്ക് പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഹെൽപ്പ് ചെയ്ത നമ്മുടെ ജിമ്മിലെ ട്രെയിനർ സജിഷയും നമ്മുടെ ക്ലയന്റ് സീനത്ത് ചേച്ചിയും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീനത്ത് ചേച്ചി, ഇത് നമ്മുടെ ജിമ്മിലെ ട്രെയിനർ സജിഷയാണ്. ഇവർ രണ്ടും ആണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ. അപ്പം ചേച്ചി കഷ്ടപ്പെട്ടാണ് ഇത്രയും ഒരു ആവശ്യത്തിന് വേണ്ടി 10 കിലോ കുറച്ചത്. കൂടെ ഇന്ന് എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് സജിഷ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ചേച്ചി പറഞ്ഞോ, ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജിമ്മി വന്നിട്ട്? പിന്നെ എനിക്ക് 2 മാസം കൊണ്ട് 10 കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. പിന്നെ എന്റെ ഭർത്താവിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അത് ഡോക്ടർ ഇതുപോലെ ഭർത്താവിന് കിഡ്നി കൊടുക്കുന്ന കാര്യത്തിനാണ്. അന്നേരം 3 മാസത്തിനുള്ളിൽ കുറയ്ക്കണമെന്നായിരുന്നു. 3 മാസത്തിനുള്ളിൽ കുറയ്ക്കണമെന്നാ പറഞ്ഞത്. അന്നേരം പിന്നെ ഇപ്പൊ 2 മാസം കൊണ്ട് 10 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഞാൻ 10-ാം തീയതി സർജറിക്ക് പോവുകയാണ്. പിന്നെ അതുപോലെ എനിക്ക് ശരീരവേദനയും മുട്ടുവേദനയും കിതപ്പും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊരു ശകലം മൂലം സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ എല്ലാം എനർജി ഇപ്പൊ ഇവിടെ വന്ന് എല്ലാം വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നതാണെങ്കിൽ ചേച്ചിയുടെ ഹെൽത്ത് ഓക്കെ ആയിട്ടുണ്ട്. 10 കിലോ കുറച്ചിട്ടുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. അത് ഡോക്ടർ പറഞ്ഞു 1 മാസം കൊണ്ട് ചിലപ്പോ 1.5 കിലോ 2 കിലോ കുറയത്തുള്ളൂ. പക്ഷെ ഞാൻ 10 കിലോ വെയിറ്റ് 2 മാസം കൊണ്ട് കുറച്ചിട്ടുണ്ട്. ചേച്ചി അപ്പം ഡോക്ടർ ഇപ്പം 1 മാസം കൊണ്ടൊക്കെ ചേച്ചിയുടെ എത്ര കിലോ 1.5 കിലോ കുറയത്തുള്ളൂ എന്ന് പറഞ്ഞു. 1 മാസം കൊണ്ട് നമ്മൾ ഡയറ്റ് എടുത്താലും ജിമ്മിൽ പോയാലും 1 മാസം കൊണ്ട് എത്ര കിലോ കുറഞ്ഞാണ്? 1 മാസം കൊണ്ട് ഇപ്പം 2 മാസം കൊണ്ട് എനിക്കിപ്പം 10 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, വന്നോ, പെട്ടെന്ന് നമുക്ക് സർജറിയിലേക്ക് പോകാം. അത് കാരണം 10-ാം തീയതി വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നത്. സപ്പോർട്ടായിട്ട് നിന്ന് നമുക്ക് ഇത്രയും ഇത് ചെയ്യേണ്ട വെയിറ്റ് കുറയ്ക്കേണ്ട വന്ന് നല്ല രീതിയിൽ 10 കിലോ വെയിറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട് 2 മാസം കൊണ്ട്. ഹാപ്പിയാ ഞാൻ, ഹാപ്പിയാണ്. കാര്യത്തിൽ വളരെ സന്തോഷം. ഞങ്ങള് പോവുകയാണ് സർജറിക്ക് 10-ാം തീയതി ഞങ്ങള് പോവുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. കാരണം ഇങ്ങനെ ഒരു കാര്യത്തില് സീനത്ത് ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതില് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇവിടെ ഈ ജിമ്മില് വരുമ്പോൾ നമുക്ക് എല്ലാ